പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 26. പ്രധാന വാർത്തകൾ. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പോസ്റ്റൽ പാർസലായി എത്തിയത് വൻതോതിൽ മയക്കുമരുന്ന്. ബാഗേജിൽ സൂക്ഷിച്ച സ്കൂൾ ബാഗുകളിൽ നിന്നാണ് ഒളിപ്പിച്ച നിലയിൽ കൊക്കൈൻ മയക്കുമരുന്ന് കസ്റ്റംസ് വിഭാഗം പിടികൂടിയത്. 1 കിലോഗ്രാം കൊക്കൈൻ കണ്ടുകെട്ടിയതായി ഒമാൻ കസ്റ്റംസ് അധികൃതർ അറിയിച്ചു. മയക്കുമരുന്ന് അധികൃതർ ലാബ് പരിശോധനയ്ക്കും വിധേയമാക്കി. ഒമാനും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനുമിടയിൽ പുതിയ കരാതിർത്തി തുറക്കുന്നു. ഒമാന്റെ വടക്കൻ ഗവർണറേറ്റായ മുസന്തമിനെയും UAEയുടെ ഫുജൈറ എമിറേറ്റ്സിനെയും ബന്ധിപ്പിക്കുന്ന ദിബ്ബ ബോർഡർ ഇന്ന് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിക്കുമെന്ന് റോയൽ ഒമാൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. യാത്രികർക്കും ചരക്ക് കടത്തിനും ഉൾപ്പെടെ ദിബ്ബ അതിർത്തി വഴി സൗകര്യമൊരുങ്ങും. ഒമാന്റെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയായ മുസന്തമിലേക്ക് അയൽ രാഷ്ട്രത്തിൽ നിന്നും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനും ഇരു രാഷ്ട്രങ്ങളിലെയും പൗരന്മാരുടെയും താമസക്കാരുടെയും യാത്ര സുഗമമാക്കുന്നതിനും ദിബ്ബയിലെ പുതിയ അതിർത്തി ഗുണം ചെയ്യും. പ്രവാസി വയനാട് ഒമാൻ കൂട്ടായ്മയുടെ പ്രഥമ കുടുംബ സംഗമം ബർക്കയിൽ നടന്നു. രാവിലെ 10 മണിക്ക് ആരംഭിച്ച പരിപാടി രാത്രി വരെ തുടർന്നു. സാംസ്കാരിക പരിപാടിയിൽ പ്രസിഡന്റ് ഷാജി ജോസഫ് അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ ലിനു ശ്രീനിവാസ് ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി ഫൈസൽ കൊട്ടേക്കാരൻ സ്വാഗതം പറഞ്ഞു. ഫൗണ്ടർ മിഥുൻ രാജ് ആമുഖ പ്രഭാഷണം നടത്തി. ക്രിമിയൻ കോങ്കോ ഹെമറേജിക് ഫീവർ എന്നറിയപ്പെടുന്ന വൈറൽ പനിക്കെതിരെ റമസാനിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുമായി ആരോഗ്യ മന്ത്രാലയം. മൃഗങ്ങളുടെ രക്തം കുടിക്കുന്ന ചെള്ളുകളുടെ കടിയേറ്റും രോഗബാധിതരായ മൃഗങ്ങളുടെ രക്തവുമായി കലർന്നുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയും കശാപ്പ് സമയത്തും ശേഷവും മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള രോഗമാണത്. റമസാനിൽ കന്നുകാലികളുമായി കൂടുതൽ ഇടപഴകാൻ സാധ്യതയുള്ളതിനാൽ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം. മൃഗങ്ങളെ കൈകാര്യം ചെയ്യുമ്പോൾ അധികൃതർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കണം. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഈ രക്തസ്രാവ വൈറൽ പനി ബാധിച്ചവരിൽ 10 മുതൽ 40% വരെ പേർ മരിക്കാൻ സാധ്യതയുണ്ട്. ഒരു തരം ചെള്ളിനുള്ളിൽ കാണപ്പെടുന്ന ഒരു നൈറോ വൈറസാണ് ക്രിമിയൻ കോങ്കോ ഹെമറേജിക് പനിക്ക് കാരണമാകുന്നത്. ആട്, പശു, ചെമ്മരിയാട് പോലുള്ള നാൽക്കാലികളിൽ ജീവിക്കുന്ന ഈ ചെള്ള് മൃഗങ്ങളുമായി അടുത്തിടപഴകുന്ന കൃഷിക്കാർ, കശാപ്പുശാലയിലെ ജീവനക്കാർ, വെറ്റിനറി ഡോക്ടർമാർ എന്നിവരെ കടിക്കാനും വൈറസ് പരത്താനും സാധ്യതയുണ്ട്. രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തത്തിൽ നിന്ന് വൈറസ് അവരിലേക്ക് പകരാം. രക്തത്തിലൂടെയും മറ്റ് സ്രവങ്ങളിലൂടെയും വൈറസ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാം. പരിസ്ഥിതി സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഒമാനും ഖത്തറും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. ഒമാൻ കാലാവസ്ഥാ വാരത്തോടനുബന്ധിച്ചാണ് ഒമാൻ കൺവെൻഷൻ ആൻഡ് എക്സിബിഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ഒമാൻ പരിസ്ഥിതി അതോറിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുള്ള ബിൻ അലി അൽ അമ്രിയും ഖത്തർ പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം അണ്ടർ സെക്രട്ടറി അബ്ദുൽ അസീസ് ബിൻ അഹമ്മദ് അൽ മഹ്മൂദും കരാറിൽ ഒപ്പിട്ടത്. പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിരതയിലും ഇരു രാജ്യങ്ങളുടെയും സഹകരണപരമായ ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത പ്രതിഫലിപ്പിക്കുന്നതാണ് കരാർ. ഒമാനിൽ ഏറ്റവും കൂടുതൽ സമ്മാനത്തുക നൽകുന്ന ബാഡ്മിന്റൺ ടൂർണമെന്റായ ഒമാൻ സൂപ്പർ സീരീസിന്റെ 2ാം സീസണ് ആവേശകരമായ പരിസമാപ്തി. 4 ദിവസങ്ങളിലായി 300-ലേറെ കളിക്കാർ മാറ്റുരച്ച വാശിയേറിയ മത്സരങ്ങൾ കാണാൻ ഗാലയിലെ ഒയാസിസ് ബാഡ്മിന്റൺ അക്കാദമിയിലേക്ക് 100 കണക്കിന് ആളുകളാണ് എത്തിയത്. കൂടുതൽ മത്സര പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നതിന്റെ ഭാഗമായി ഓപ്പൺ വിഭാഗത്തിൽ 9 വിഭാഗമായാണ് മത്സരങ്ങൾ നടന്നത്. അതോടൊപ്പം സ്വദേശികൾക്കായി ഏർപ്പെടുത്തിയ പ്രത്യേക വിഭാഗത്തിലും നിരവധി ആളുകളാണ് മാറ്റുരച്ചത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സിംഗിൾസ്, ഡബിൾസ്, വനിതകൾക്കായി സിംഗിൾസ്, ഡബിൾസ് മത്സരങ്ങളും നടന്നു. ഇതിനു പുറമെ ഈ വിഭാഗത്തിൽ എലൈറ്റ് ഡബിൾസ്, മിക്സഡ് ഡബിൾസും ഉണ്ടായി. നമ വാട്ടർ സർവീസസിൽ സ്വദേശിവൽക്കരണം സമ്പൂർണ്ണതയിലേക്ക്. രാജ്യത്തെ പ്രധാന ജലവിതരണ സ്ഥാപനത്തിൽ 84% സ്വദേശിവൽക്കരണം പൂർത്തിയാക്കിയതായി അധികൃതർ വ്യക്തമാക്കി. കമ്പനിയുടെ കീഴിൽ 700 ദശലക്ഷം റിയാലിന്റെ നിക്ഷേപ പദ്ധതികളാണ് പുതുതായി പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ജലവിതരണ സംവിധാനം ഒരുക്കുന്നതിനുള്ള പദ്ധതികൾ കാർഷിക മത്സ്യബന്ധന ജലവിഭവ മന്ത്രി ഡോക്ടർ സഊദ് ബിൻ ഹമൂദ് അൽ ഹബ്സിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ചടങ്ങിൽ പ്രഖ്യാപിച്ചു. രാജ്യത്തെ 27 പ്രധാന ജലവിതരണ പദ്ധതികൾ പുരോഗമിക്കുന്നതായി നമ വാട്ടർ സർവീസസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഖൈസ് ബിൻ സഊദ് അൽ സഖ്വാനി പറഞ്ഞു. സുഹാർ മുതൽ ദാഹിറ വരെയുള്ള 230 കിലോമീറ്റർ പൈപ്പ് ലൈൻ, ബർക്ക സുഹാർ 140 കിലോമീറ്റർ പൈപ്പ് ലൈൻ, ദാഖിലിയ 173 കിലോമീറ്റർ പൈപ്പ് ലൈൻ,
തെക്ക് വടക്ക് ഷർക്കിയ 312 കിലോമീറ്റർ വാട്ടർ പൈപ്പ് ലൈൻ എന്നിവയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. പുതിയ പദ്ധതികൾക്കൊപ്പം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുവെന്നതും ശ്രദ്ധേയമാണ്. വടക്കൻ ഗവർണറേറ്റുകളിൽ ഭാഗികമായി മേഘാവൃതമായ കാലാവസ്ഥയായിരിക്കുമെന്നും മുസന്തത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. അതേസമയം മിക്ക ഗവർണറേറ്റുകളിലും ഉയർന്ന മേഘങ്ങളുടെ പ്രവാഹത്തിന് സാധ്യതയുണ്ട്. താപനിലയിൽ ഗണ്യമായ കുറവും വരും. അൽവുസ്ത, ദോഫാർ, തെക്ക് വടക്ക് ഷർക്കിയ, ദാഖിലിയ ഗവർണറേറ്റുകളുടെ ചില ഭാഗങ്ങളിലും ഒമാൻ കടൽ തീരത്തെ ചില പ്രദേശങ്ങളിലും മൂടൽമഞ്ഞ് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. മൂടൽമഞ്ഞ് കാരണം ഈ പ്രദേശങ്ങളിൽ പുലർച്ചെയുള്ള സമയങ്ങളിൽ ദൂരക്കാഴ്ച കുറച്ചേക്കും. മരുഭൂമിയിലും തുറസായ പ്രദേശങ്ങളിലും പൊടി ഉയരുകയും ചില പ്രദേശങ്ങളിൽ ദൃശ്യപരത കുറയുകയും ചെയ്തേക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മഹാശിവരാത്രി പ്രമാണിച്ച് മസ്കത്ത് ഇന്ത്യൻ എംബസി ഇന്ന് അവധിയായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കോൺസുലാർ സേവനങ്ങൾക്ക് കമ്മ്യൂണിറ്റി വെൽഫെയർ സേവനങ്ങൾക്കും ബന്ധപ്പെടാവുന്നതാണെന്നും എംബസി അറിയിച്ചു. ഒമാനിൽ പാസ്പോർട്ട്, കോൺസുലാർ, വിസ സേവനങ്ങൾക്ക് പുതിയ സ്ഥാപനങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മസ്കത്ത് ഇന്ത്യൻ എംബസി. എംബസിയുടെ അധികാരപരിധിയിൽ CPV സേവനങ്ങൾക്കായി 11 ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററുകൾ ഒരുക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ടെൻഡർ ക്ഷണിച്ചിരുന്നു. എന്നാൽ പുതിയ കേന്ദ്രങ്ങൾക്കുള്ള മാനദണ്ഡങ്ങൾ ഇത്തരം സേവനങ്ങൾക്ക് അധിക സാമ്പത്തിക ഭാരമുണ്ടാക്കിയേക്കുമെന്ന ആശങ്കയിലാണ് പ്രവാസികൾ. നിശ്ചിത സേവനങ്ങളുടെ ഔട്ട്സോഴ്സിംഗിനായി ധാരാളം മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ ടെൻഡർ പുറത്തിറക്കിയത്. നിശ്ചിത സൗകര്യങ്ങളും ജീവനക്കാരും നിർബന്ധമാക്കിയുള്ള ടെൻഡറുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള കേന്ദ്രങ്ങൾ ആരംഭിക്കുമ്പോൾ അധിക ചെലവ് വരികയും ഇത്രയും തുക ഉപയോക്താക്കളായ പ്രവാസികളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യുന്ന സാഹചര്യം വരും. നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ടെൻഡർ പ്രകാരം ഒരു അപേക്ഷകൻ ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററിൽ എത്തിയാൽ 30 മിനിറ്റിനുള്ളിൽ തനിക്ക് ആവശ്യമുള്ള സേവനം പൂർത്തിയാക്കി മടങ്ങുവാൻ സാധിക്കുന്ന തരത്തിൽ സൗകര്യമൊരുക്കണം. ഇത്രയും അധിക ചെലവ് കണക്കാക്കി വേണം പുതിയ ടെൻഡർ സമർപ്പിക്കാൻ. ഒരു മാസം 98 ജീവനക്കാർക്കുള്ള ശമ്പളം, ജീവനക്കാരുടെ അനുബന്ധ ചെലവുകൾ, പുറമെ കെട്ടിട വാടക ഉൾപ്പെടെ മറ്റ് ചെലവുകൾ, ബാങ്ക് ഗ്യാരണ്ടികൾക്കുള്ള ബാങ്ക് നിരക്കുകൾ എന്നിവയെല്ലാം ചെലവിൽ വന്നുകൂടും. ഇതിനു പുറമെ രേഖകളുടെ ഡിജിറ്റലൈസേഷനും ഇൻഡെക്സേഷനും, വിരലടയാള ബയോമെട്രിക്സിന്റെ എൻറോൾമെന്റും, ഫേഷ്യൽ ബയോമെട്രിക് ക്യാപ്ചറും, ഫോട്ടോ കോപ്പിംഗ്, ഫോട്ടോഗ്രാഫുകൾ, ഫോം പൂരിപ്പിക്കൽ, കൊറിയർ സേവനങ്ങൾ എന്നിങ്ങനെ 4 ആപ്ലിക്കേഷൻ ഫെസിലിറ്റേറ്റിംഗ് സേവനങ്ങൾ നൽകൽ എന്നിവ പ്രവാസികൾക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിൽ ഉൾപ്പെടുത്തിയാണ് ടെൻഡർ നൽകേണ്ടത്. ഫോട്ടോ കോപ്പി എടുക്കൽ, ഫോട്ടോഗ്രാഫുകൾ, ഫോം പൂരിപ്പിക്കൽ, കൊറിയർ സേവനങ്ങൾ ഇതെല്ലാം ഉൾപ്പെടുമ്പോൾ ഒരു വലിയ തുക സേവന ഫീസായി ഓരോ അപേക്ഷകരും നൽകേണ്ടി വരും. ഇന്ത്യൻ സെക്ടറുകളിൽ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഫ്ലാഷ് സെയിൽസ് പ്രഖ്യാപിച്ച് ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ. 23 റിയാൽ മുതലുള്ള ടിക്കറ്റ് ഓഫറുകൾ 3 ദിവസത്തേക്കാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ദോഹ 23 റിയാൽ, ഗോവ 33 റിയാൽ, ബംഗളൂരു 33 റിയാൽ, ഇസ്താംബുൾ, സാൻസിബാർ, ദാറുസ്സലാം 43 റിയാൽ, കോലാലംപൂർ 89 റിയാൽ എന്നിങ്ങനെയാണ് ഫ്ലാഷ് സെയിൽ ടിക്കറ്റ് നിരക്കുകൾ. ഒമാൻ എയർ വെബ്സൈറ്റ് വഴിയും അംഗീകൃത ഏജൻസികൾ വഴിയും ടിക്കറ്റ് സ്വന്തമാക്കാം. മസ്കത്ത്, തെക്കൻ പാത്തിന ഗവർണറേറ്റുകളിൽ കടകളിൽ നിന്നും മോഷണം നടത്തിയ സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. അറബ് രാജ്യക്കാരായ 2 പേരെയാണ് മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് പിടികൂടിയത്. നിരവധി കടകളിലാണ് മോഷണം നടന്നത്. മോഷണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന് പിന്നാലെ പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് പ്രതികൾ പിടിയിലാകുന്നത്. ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.